ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ചാനലിൽ പൈ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ മെത്തേഡിൽ ലൈവ് ട്രേഡ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഈ ട്രേഡ് ഞാൻ ഇന്ന് എടുക്കുന്നത് നിഫ്റ്റിയിലാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിങ് ഇന്ന് ഡേറ്റ് ജൂലൈ 24 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 9:15 മാർക്കറ്റ് ഓപ്പൺ ആവും. ഡൗൺ സൈഡ് ഓപ്പണിംഗ് ആണ്. നിയർലി 1% ഡൗൺ സൈഡിലാണ് ഓപ്പൺ ആവുന്നത്. യെസ്റ്റർഡേയുടെ ഹൈയും ലോയും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ ഡേ ഹൈയും ഡേ ലോയും ആണിത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഓപ്പണിംഗ് ആണ്, ഈ ഡിസ്റ്റൻസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും ക്യാൻഡിൽ ഓപ്പൺ ആവുക. ഈ 5 മിനിറ്റിൽ എങ്ങോട്ടേക്കാണ് മൂവ്മെൻ്റ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ മുമ്പ് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഡിമാൻഡ് സോണിന് താഴെയാണ്. 23,500 മേജർ സപ്പോർട്ട് ലെവലുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് ഒരു അപ്സൈഡാണോ ഉണ്ടാകുന്നത് നോക്കണം. ആദ്യമേ എന്തായാലും 5 മിനിറ്റ് നമുക്ക് ക്യാൻഡിൽ നോക്കണം. 5 മിനിറ്റിന് ശേഷമായിരിക്കണം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു റിവേഴ്സൽ എത്ര പോയിൻ്റ് ഉണ്ടെന്നായിരിക്കും ഞാൻ നോക്കുന്നത്. 1 മിനിറ്റും കൂടെ ടൈമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ആയി. ഇതാണ് നമ്മൾ ഓപ്പൺ റേഞ്ചിൽ നിന്നും മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ മുകളിലോട്ട് പോവുകയാണ്. എന്തായാലും ഒരു 5 മിനിറ്റ് ക്യാൻഡിലിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ആ വീഡിയോയിൽ കാണിക്കാത്ത മറ്റൊരു കാൽക്കുലേഷനും കൂടി, ഒരു ഗ്യാൻ കാൽക്കുലേഷനും കൂടി ഞാൻ ഇതിൽ കാണിക്കാം, ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയും കൂടി ഫോളോ ചെയ്യാവുന്നതാണ്. ഈ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ നമ്മൾ ഹൈ ടു ലോ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടുന്ന് 106 പോയിൻ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 106 ഇൻറ്റു 3.14 332 പോയിൻ്റ്, 33 പോയിൻ്റായിട്ട് കൂട്ടാം. ഭാഗം ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 166 പോയിൻ്റാണ് ഇന്നത്തെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. മാക്സിമം ആ 166 പോയിൻറ്റിലേക്ക് ഇനി എത്ര മൂവ് ചെയ്യാനുണ്ടെന്ന് നോക്കാം. ഈ ഒരു ലെവലിലായിരിക്കും മാർക്കറ്റ് ഇനി വരാനുള്ളത്. അപ്പോൾ വേഗം തന്നെ ഇതിൻ്റെ ഒരു ഓപ്ഷൻ ചെയിൻ എടുത്തിട്ട് നമുക്കൊരു എൻട്രി അവിടെ 66 പോയിൻ്റ് ഇനി വരാനുള്ളതുകൊണ്ട് 23,750 137 രൂപയാണ് അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഉള്ളത്. ഇതിനകത്ത് വേറെ ഒരു കാൽക്കുലേഷനും കൂടി കാണിക്കാം. ഇന്നത്തെ ഈ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, അത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 23,751.7. അപ്പോൾ 23,752 എന്ന് കൂട്ടാം. അപ്പോൾ 23,752 ആയിട്ട് കൂട്ടാം. പ്ലസ് ഇതിൻ്റെ ഹൈയിലോട്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. 0.09%. അപ്പോൾ നമുക്ക് 23,77.3 എന്നുള്ളൊരു നമ്പർ ഇവിടെ കിട്ടിയില്ലേ. ഇതും കൂടി അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഒരു മാർക്ക് ഇവിടെ ചെയ്തു. കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം. ഒരു മാർക്ക് നമ്മൾ അവിടെ ചെയ്തു. അതേപോലെ താഴത്തേക്ക് -0.09% എത്ര വരുന്നുണ്ട്? 23,730. 23,730 പോയിൻ്റാണ്. ഈ ഒരു റേഞ്ചും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈനാണ് നമ്മൾ ഇപ്പോൾ താഴോട്ട് ക്രോസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൈ കാൽക്കുലേഷൻ ഈ ടോപ്പിൽ നിന്നായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 166 പോയിൻ്റ് നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾ ക്യാച്ച് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ കോൾ ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് നമ്മൾ പുട്ട് ഓപ്ഷൻ ആയിരിക്കും എടുക്കുക. ഈ കാൽക്കുലേഷനെ ഗ്യാൻ കാൽക്കുലേഷൻ എന്ന് പറയും. ഇതും കൂടി നിങ്ങൾ ഈ ഒരു പൈ തിയറിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ആക്യുറസി കിട്ടും. ഈ ഒരു കാൽക്കുലേഷൻ്റെ പ്രത്യേകത, ഈ ഒരു ഏരിയ മോർണിംഗിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും കൂടുതലായിരിക്കും. തിരിച്ച് ഈ ഒരു ടോപ്പിൽ SL വെക്കുക, താഴത്തേക്ക്
ട്രേഡ് എടുക്കുക. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ അവിടെ ക്ലോസ് ആവട്ടെ. അതെല്ലാം ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ മുകളിലാണ് ക്ലോസ് കിട്ടുന്നതെങ്കിൽ ആ ക്യാൻഡലിൻ്റെ മുകളിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക, താഴെ ഇവിടെ SL വെക്കുക. ഇത് കറക്റ്റ് എക്സാക്റ്റ് ആ ലെവലിൽ തന്നെയാണ് ക്ലോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് ഇവിടുന്ന് ഇനി റിജക്ഷൻ ക്യാൻഡിൽ വന്നാലോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഫുഡ് സൈഡ് ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് സൈഡ് ഗ്രാഫ് നോക്കിയാലും അതുപോലെ 36 പോയിൻറ്റ് 3.14 113 പോയിൻറ്റ്. അതിൻ്റെ പകുതി നോക്കിക്കഴിഞ്ഞാൽ 113 പോയിൻറ്റ് ഇവിടുന്ന് വന്നിട്ടുണ്ടാവും. 113 പോയിൻറ്റിലേക്ക് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് ഓക്കെ, ഈ ഒരു പോയിൻറ്റ് ഇവിടം വരെ മാർക്കറ്റ് ഹൈ ആയിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഫുഡ് സൈഡിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ 20 സെക്കൻഡ്സും കൂടെ ഉള്ളൂ. ഈ 20 സെക്കൻഡ്സിൽ ചിലപ്പോൾ ഹൈയിൽ വന്ന് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൊമെൻറ്റം നമ്മൾ പിന്നെ ക്യാച്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. തിരിച്ച് അടുത്ത ക്യാൻഡലിൻ്റെ ബിഹേവ് എങ്ങനെയാണെന്ന് നോക്കുക. ചിലപ്പോൾ അവിടുന്ന് ആ ഒരു മൂവ് അതിൻ്റെ ഫുള്ളാക്കിയത് കൊണ്ട് ചിലപ്പോൾ അത് അവിടെ നിന്ന് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഇതിൻ്റെ 50 നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി ഫസ്റ്റ് ക്യാൻഡിൽ ഇതിന് ഓപ്പണിൽ തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും താഴെ ക്ലോസ് ആയി. അപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് ഇപ്പോൾ ഇവിടുത്തെ എൻട്രി നമ്മൾ ചാർട്ടിനകത്ത് ഈ ഫ്യൂച്ചർ ചാർട്ടിനകത്താണ് വെക്കുന്നതെങ്കിൽ ഈ എൻട്രി ഞാൻ ഇവിടുന്ന് എടുക്കുന്നു, ഇവിടെ ഒരു SL വെക്കുന്നു. അപ്പോൾ ഈ മൊമെൻറ്റം ഇവിടം വരെ 1:1.8 ആണ് എൻ്റെ റിസ്ക് റിവാർഡ് ഉള്ളത്. $20 ഞാൻ ഇവിടെ ഒരു SL വെക്കുന്നു. ഓക്കെ, ഇതിനകത്ത് എൻട്രി എടുക്കുക. 119.70 എനിക്ക് എൻട്രി കിട്ടിയത്. ഇതിന് ശേഷമുള്ള ആ ഒരു ഡൗൺ സൈഡ് മൂവ്, ഇവിടം വരെയുള്ള മൂവ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലെന്ന് നോക്കാം. കാര്യം ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്നതിനകത്ത് താഴെ ഇനി ഒരു ലിക്വിഡിറ്റി മേജർ സപ്പോർട്ടായിട്ടുള്ളൊരു ഏരിയയും കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ ആണെങ്കിൽ ഈ ഒരു ഏരിയ 595 എന്നുള്ളൊരു ഏരിയ ടെസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ എക്സ്ട്രാ കിട്ടേണ്ട ഒരു 48 പോയിൻറ്റ്സ് ഇവിടുന്ന് എടുക്കാം. ഇവിടുന്ന് നമ്മളെപ്പോഴും ഒരു 20 പോയിൻറ്റ്സിൻ്റെ SL സൂക്ഷിക്കുക. 15 to 20 ആ ഒരു റേഞ്ചിൽ ഞാനെപ്പോഴും SL സൂക്ഷിക്കാറുണ്ട്. 1:3 എന്നുള്ള റിസ്ക് റിവാർഡുണ്ട്. ആക്ച്വലി ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കാണ് നമ്മളുടെ SL ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷനകത്ത് പിന്നെ ടൈം ഡീക്കെ വരുന്നത് കൊണ്ട് ഒരു 20 പോയിൻറ്റ്സിൻ്റെ SL എപ്പോഴും കീപ്പ് ചെയ്യുക. ഈ രാവിലത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ 50%-ൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. ഈ 50% ഇപ്പോൾ ഇതിൻ്റെ ഓൾറെഡി 50%-ലാണ് നമ്മൾ ഇവിടുന്ന് എൻട്രി ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയുള്ള മൊമെൻറ്റിൻ്റെ 50%-ൽ നമ്മൾ SL ട്രയൽ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുകയോ ചെയ്യണം. കാര്യം ഈ ഒരു മൊമെൻറ്റം തന്നെ അത്യാവശ്യം ഒരു 20 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻ്റ് ഉണ്ട്.
ഇപ്പോൾ ടോട്ടൽ ടാർഗറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1:5 ടാർഗറ്റ് ഓൾറെഡി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. 1.8 ഈ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് താഴെ വരും. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു 50% വരുന്നിട്ട് അവിടെ നിന്ന് കുറച്ച് കൺസോൾട്ടേഷൻ ഉണ്ടാവും. കൺസോൾട്ടേഷൻ ഉണ്ടായതിന് ശേഷം ഈ നമ്മൾ ടാർഗറ്റിലേക്ക് പോകും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഒന്നുകിൽ ഇവിടെ ചെറിയ ലോട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത് മാറുക, അല്ല കൂടുതൽ ലോട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 50%-ൽ ഹാഫ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുക, അതിനുശേഷം ഫുൾ ടാർഗറ്റിലേക്ക് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് പൈ തിയറി വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യത ഒരു 60-70% താഴെ. ഈ ഒരു ഗ്യാപ്പ് അപ്പും കൂടി ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്യാപ്പ് അപ്പും കൂടി കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 113 പോയിൻ്റാണ്. ഇത് 1-2 ക്യാൻഡിൽ കഴിയുമ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്യും. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഈ രാവിലത്തെ മൂവ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ടൈം 10 മണിയാകുന്നു. 10 മണി രാവിലത്തെ 15-20 മിനിറ്റിൽ നല്ല വോളറ്റിലിറ്റി കിട്ടുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു മൊമെൻറ്റം കിട്ടിയത്. ഇപ്പോൾ 10 മണി ആയപ്പോൾ ഇവിടെ റിജക്ഷൻ വന്നു തുടങ്ങി, കുറച്ച് സ്ലോ ആവും. പക്ഷേ ഇനി കൺസോൾട്ടേറ്റ് ചെയ്തിട്ടായാലും ഈ ഒരു ഏരിയയിൽ വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും പിന്നെ റിവേഴ്സൽ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എൻട്രി എടുത്ത ഒരു ഏരിയ, എൻട്രി എടുത്ത സമയം വന്നിട്ട് 9:30 നമ്മൾ എൻട്രി എടുത്തു നമ്മളുടെ ടാർഗറ്റിലേക്ക്. ഫസ്റ്റ് ടാർഗറ്റിലേക്ക് 9:30 എൻട്രിയിൽ നിന്ന് 3 ക്യാൻഡിൽ, 2 ക്യാൻഡിൽ നെക്സ്റ്റ് 10 മിനിറ്റിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് വന്നു. സെക്കൻഡ് ടാർഗറ്റിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ രാവിലത്തെ ഫസ്റ്റ് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ ട്രേഡ് നമുക്ക് അവസാനിപ്പിക്കാനും നല്ല ഫാസ്റ്റ് മൊമെൻ്റ് ഉള്ള ടൈമിൽ ആ ഒരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനും നമുക്ക് കഴിയും. ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ്സ് പ്ലാൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എൻ്റെ ഈ ഒരു അനാലിസിസ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ അവിടുന്ന് ട്രേഡ് റിവേഴ്സൽ പ്ലാൻ ചെയ്തു. ചിലർ ഡേ ലോയിൽ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന WGAN എന്നുള്ള ഈ ഒരു ഇതിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് എവിടെയാണോ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് ആദ്യം എടുക്കുക. 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് നമ്മൾ മുകളിൽ നോക്കിയിട്ട് അവിടുന്ന് ഈ ക്ലോസിൽ നിന്ന് എടുക്കുക. 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ 23,751 ഈ 50.5 ശേഷം വരുന്നത് നമ്മൾ ഒന്നായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലോസ് 23,751 23,751 പ്ലസ് ആണ്. നമ്മൾ അപ്സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പ്ലസ് 0.09% ആണ് നമ്മൾ എടുക്കേണ്ട കാൽക്കുലേഷൻ. അപ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യ 23,772. അത് ഇവിടെ മാർക്ക് ചെയ്യുക. അത് നമ്മൾ മാർക്ക് ചെയ്യുക 23,772. അതാണ് അവിടെ മുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ക്യാൻഡിലേക്ക് നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. ഇതിൻ്റെ താഴത്തെ ലെവലിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ആണ് ചെയ്തത്. ആ ക്ലോസ് ചെയ്തിട്ട് പ്ലസ് 0.09% കൊടുത്തിട്ട് കിട്ടിയ സംഖ്യയാണ് ഇത്. അതുപോലെ താഴത്തത് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലോസിൽ നിന്നും -0.09% എടുക്കുക. ഈ ലൈൻ മാർക്ക് ചെയ്യുക. അത്തരത്തിൽ ഞാൻ മാർക്ക് ചെയ്ത ലൈനാണ് ഈ രണ്ടും കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഇവിടെ എനിക്ക് ക്ലോസ് കിട്ടി. നെക്സ്റ്റ് അടുത്ത ക്യാൻഡിൽ തന്നെ ഈ ക്യാൻഡിൽ തന്നെ ഞാൻ എൻട്രി എടുത്തിട്ട് ടോട്ടൽ മൂവ്മെൻറ്റ് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരും. ഇതാണ് എൻ്റെ എക്സിറ്റ് പോയിൻ്റായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതേ കാൽക്കുലേഷൻ തന്നെയാണ് ഈ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്ഷനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത്. ഓപ്ഷൻ്റെ അകത്ത് അന്നേരം ടോട്ടൽ ഇന്നത്തെ ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പൈ തിയറി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 113 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ആ 113 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ ടോട്ടലി മാർക്ക് ചെയ്തു. ഞാൻ എൻട്രി എടുത്തുനിന്ന് ബാക്കിയുള്ളിടത്ത് 20 പോയിൻറ്റ്സിൻ്റെ SL വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ എൻ്റെ ടാർഗറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ഇതിൻ്റെ എമൗണ്ട് അല്ല ഞാൻ ആക്ച്വലി എൻ്റെ ടാർഗറ്റ് എൻ്റെ ഈ ഗ്രാഫിനകത്ത് ഫ്യൂച്ചറിൻ്റെ ചാർട്ടിനകത്തുള്ള ഈ ക്യാൻഡിൽ ഇവിടെ എപ്പോൾ ക്ലോസ് ചെയ്യുന്നു ഓപ്ഷൻ്റെ ചാർട്ട് ഞാൻ അന്നേരം ക്ലോസ് ചെയ്യും. ഇത് ഓപ്ഷൻ്റെ ചാർട്ടിൽ എന്തിനാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് റിവേഴ്സൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്തും അറിയാൻ പറ്റും എത്ര മൂവ്മെൻറ്റ് ചെയ്യും എന്നുള്ളത്. അതിൽ നിന്നും പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 210 എന്നുള്ള ലെവലിലേക്ക് ഇന്നത്തെ ക്ലോസ് മുതൽ ഒരു മൂവ്മെൻറ്റ് തന്നേക്കാം. അപ്പോൾ അത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ടോട്ടലിൽ താഴെ മുതൽ തന്നെ ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എൻ്റെ റിസ്ക് റിവാർഡും അവിടെ ഓക്കെയാണ്. 1:2 മുകളിലുള്ള റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. കാര്യം ഫസ്റ്റ് ടാർഗറ്റ് ഈ ഫ്യൂച്ചറിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ കഴിയും. എന്തായാലും ഇത്രയും ഒരു ചെറിയ പോയിൻ്റേ ഉള്ളൂ. നമ്മുടെ ഓപ്ഷൻ 169 ഞാനിവിടെ എക്സിറ്റ് ചെയ്യും.
ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു തിയറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ടാർഗറ്റ് ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. ചെറിയൊരു മൂവ്മെൻറ്റ് ഇനി പെൻഡിങ് ഉണ്ട്. പക്ഷേ ഓൾറെഡി നമുക്കറിയാം ഓപ്ഷൻസ് എപ്പോഴും കുറച്ച് അഡ്വാൻസ് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതിവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് താഴേക്ക് വന്നിട്ട് റീടെസ്റ്റിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഓപ്ഷനിലും ഒരേപോലെ ഫ്യൂച്ചറിനകത്തും കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്നത് കണ്ട് മനസ്സിലായല്ലോ. ഈ സ്ട്രാറ്റജി നിങ്ങൾ മാക്സിമം ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൈവ് മാർക്കറ്റിൽ ഇതുപോലെ ട്രേഡ് എടുക്കാനുള്ള ഒരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കാതെ ഇത് നിങ്ങൾ മാക്സിമം ദിവസങ്ങളിൽ മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ ഓപ്ഷനകത്ത് ഇത് ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ താഴോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ട്രേഡുകൾ പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഓപ്പണിംഗ് ക്യാൻഡിലുകൾ എവിടെ നിന്നും റിവേഴ്സ് ആവും എന്നുള്ളത് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഓപ്ഷൻ്റെ ചാർട്ടുകളും വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തെടുത്താൽ നല്ലൊരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ രാവിലെ 9:35 തന്നെ ഒരു എൻട്രി കിട്ടി. ഇപ്പോൾ സമയം 10:15. അരമണിക്കൂർ കൊണ്ട് നമ്മൾ 50 പോയിൻറ്റ്സ് ആണ് കവർ ചെയ്തിരിക്കുന്നത്. കാര്യം ഈ ഒരു ടൈമിൽ ഏറ്റവും നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഈ സമയത്ത് വലുതായിട്ടുള്ള ടൈം ഡീക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കത്തില്ല. ഹലോ ഗൈസ്, ഇപ്പോഴത്തെ ടൈം 2:53 നമ്മൾ എടുത്ത പൊസിഷൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നമ്മൾ എവിടെ നിന്നും മാർക്ക് ചെയ്തോ കറക്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത ആ എക്സാക്റ്റ് പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സായി താഴേക്ക് പോയത്. കറക്റ്റ് ആ എക്സാക്റ്റ് 169 നമ്മൾ എക്സിറ്റ് ചെയ്ത അതേ പോയിന്റിൽ നിന്നും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോയി. ഡൗൺ സൈഡിലേക്ക് പോയപ്പോഴും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ടോട്ടൽ പോയിന്റ് 113 പോയിന്റ് ആയിരുന്നു. ആ ഓൾമോസ്റ്റ് മുകളിൽ നിന്നും വന്നത് തന്നെ 113 പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തുന്നുണ്ട്. അത്രയും തന്നെ അവിടുന്ന് ഡൗൺ സൈഡിലേക്കും മാർക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് പൈ കാൽക്കുലേഷന്റെ ഒരു പ്രത്യേകത. 167 പോയിന്റ്സിന്റെ അതേപോലെ അത് താഴെ വന്നിട്ട് അവിടുന്ന് ഡൗൺ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ആദ്യം വെച്ചിരുന്ന അതിൻ്റെ ടോപ്പ് പോയിന്റിലേക്ക് 167 പോയിന്റ് അവിടത്തേക്ക് മൂവ് ചെയ്ത് അതിൻ്റെ മുകളിൽ കയറി ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞില്ലേ താഴത്തെ SL വെക്കുന്ന ഒരു ഏരിയ, ആ ഒരു SL ഏരിയയിൽ ടച്ച് ചെയ്യാതെ അതിന് മുമ്പായിട്ട് തന്നെ വീണ്ടും മാർക്കറ്റ് അവിടുന്ന് അപ്സൈഡിലേക്ക് പോയത് കണ്ടോ. ഇതാണ് ഈ രണ്ട് കാൽക്കുലേഷൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടിയിട്ട് അതിൻ്റെ ക്യാൻഡിൽ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാലും മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതെ മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇന്നിനിപ്പം മാർക്കറ്റ് മൂവ് ചെയ്ത് തീരാനുള്ള സമയമായതുകൊണ്ട് ഇത് ഫുൾ അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. മാർക്കറ്റ് അതിന് മുമ്പ് ക്ലോസ് ആവും. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആക്യുറസി ഏത് സൈഡിലേക്ക് പോകണം എന്നുള്ളത് ഈ കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു കാൽക്കുലേഷൻ വഴി നിങ്ങൾക്ക് എത്ര പോയിന്റ് മൂവ് ചെയ്യും എന്നൊരു ഐഡിയ കിട്ടും. ഈ രണ്ട് കാൽക്കുലേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കൂടെ കമ്പൈൻ ചെയ്യാം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസിൽ കൂടെ നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ഓക്കെ ഗൈസ്, ഹാപ്പി ട്രേഡിംഗ്.